മനുഷ്യർക്ക് മാത്രമല്ല പട്ടികൾക്കും പൂച്ചകൾക്കും പറവകൾക്കും മികച്ച പരിഗണന തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്നത്. പൂച്ചകളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രത്തെക്കുറിച്ച് മുമ്പ് ദുബൈയിൽ നിന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ അത്തരമൊരു കേന്ദ്രം ഖത്തറിലും ആരംഭിച്ചിരിക്കുന്നു. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. രാജയോഗമുള്ള പൂച്ചകൾ. ബ്രിട്ടീഷ് ഖത്തർ യുവതി ആശ അൽ ഹുമൈദി നടത്തുന്ന ക്യാറ്റ് കാറ്ററി എന്ന നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്ന പൂച്ചകളെ അങ്ങനെ വിളിക്കാം. AC മുറികൾ, മുഴുസമയ പരിചാരകരുടെ സേവനം, പോഷകസമൃദ്ധമായ ഭക്ഷണം, യാത്ര ചെയ്യാൻ പെറ്റ് ടാക്സി, പൂച്ചകൾക്കായുള്ള ആഡംബര സൗകര്യങ്ങൾ ഇവിടെ നിരവധിയാണ്. My name is Asha Al Humaidi. I'm part owner of the Qatari Cat Hotel. This idea started about 2 years ago when I used to care for my friends' cats in my house or I'd go to their house. And as I know that this is a service that is greatly needed in Qatar, we decided to make it a professional place with the hotel. 2 വർഷം മുൻപാണ് ആശയ്ക്ക് ഇങ്ങനെയൊരു ആശയം തോന്നിയത്. സുന്ദരി പൂച്ചകളെ വീട്ടിൽ ഓമനിച്ചു വളർത്തുന്നവർക്ക് ദൂരയാത്ര പോകേണ്ടി വരുമ്പോൾ അവയുടെ സംരക്ഷണം ഒരു പ്രശ്നമാവരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ ആശയുടെ ഹോട്ടലിനെ ആശ്രയിക്കാം. ഓൺലൈനിലൂടെയോ ഫോണിലോ ബുക്ക് ചെയ്താൽ പെറ്റ് ടാക്സി വീട്ടുപടിക്കലെത്തും. ദോഹയിൽ നിന്ന് 40 കിലോമീറ്റർ മാറി അൽഖോർ മരുഭൂമിയിലാണ് ക്യാറ്റ് കാറ്ററി ഹോട്ടൽ. So we have 5 different types of chalets, indoor and outdoor chalets. Hey Brutus. And then what we are doing here is the full professional care for cats, everything to keep them happy. So it includes housekeeping of their chalets, cleaning twice a day, also feeding twice a day, and we do basic grooming of brushing their fur, trimming nails, cleaning ears. 46 മുറികളുള്ള ഹോട്ടലിൽ 5 കാറ്റഗറി മുറികളുണ്ട്. പൂച്ചകളെ അതിഥികളായി കാണുന്ന ആശയും അമ്മ മാർഗരറ്റും ആതിഥേയരായി ഏത് സമയത്തും ഹോട്ടലിലുണ്ടാവും. വൃത്തിയും വെടിപ്പും ഉറപ്പുവരുത്താനായി 3 ഹൗസ് കീപ്പിംഗ് ജീവനക്കാരുണ്ട്. തഴുകിയും തലോടിയും മസാജ് ചെയ്തും തല ചീക്കിക്കൊടുത്തും ഇവർ ഈ മാർജാരന്മാരെ പരിചരിച്ചുകൊണ്ടേയിരിക്കും. പതുപതുത്ത മെത്തകളും അലങ്കാരങ്ങളുമെല്ലാം ഓരോ മുറിയിലും ഉണ്ട്. അതിഥികളുടെ നിലവാരമനുസരിച്ച് സൗകര്യപ്പെടുത്തിയ മുറികൾക്ക് 65 റിയാൽ മുതൽ 200 റിയാൽ വരെയാണ് ഒരു ദിവസത്തെ വാടക. We send a booking form. When you send us an email inquiry, then we'll send you a booking form. And from there, it will put any special requests on which chalet you would like, if you'd like a book a pet taxi, if you want to bring your own food, or if we are supplying food for you. രാവിലെയും വൈകുന്നേരവും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകും. ചില അതിഥികൾക്ക് പ്രത്യേക ബ്രാൻഡ് ഭക്ഷണം നിർബന്ധമാണ്. അതിനും സംവിധാനമുണ്ട്. കളിക്കാനും ഉല്ലസിക്കാനുമായി പൂച്ചകൾ ശീലിച്ച വ്യത്യസ്ത കളിക്കോപ്പുകളുമുണ്ട്. തീർന്നില്ല, തൊട്ടടുത്ത് വിശാലമായൊരു ഉദ്യാനവും ആശയുടേതായുണ്ട്. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം പൂച്ചകൾക്കായി പ്രത്യേക പാർട്ടി നടക്കും. മയിലുകളും തത്തകളും താറാവുകളും അരയന്നങ്ങളും എല്ലാമുള്ള ഹെവൻ എന്ന ഈ തോട്ടത്തിലാണ് മാർജാരന്മാരുടെ വാരാന്ത്യ പാർട്ടി. മധുരവും സംഗീതവും എല്ലാം ചേർന്ന പാർട്ടിയും പൂച്ചകളുടെ മാനസികോല്ലാസത്തിനുള്ള സംവിധാനമാണ്. ഹോട്ടൽ വരാന്തയിൽ റേഡിയോയിലൂടെ സദാസമയവും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നവർ കൂടിയാണ് ഈ പൂച്ചകൾ എന്നോർക്കണം. So we do always keep the radio on to create a life in the hotel and keep it happy place. We keep it on 97.5. We also have ACs and it's an air-controlled room. We also, during the winter times when it gets very cold, we have heaters. ഹോട്ടലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പൂച്ചകൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കളിക്കോപ്പുകളും വ്യായാമത്തിനായുള്ള ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചു കാണാം. തെരുവു പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ നഖങ്ങൾ മൂർച്ച കൂട്ടാൻ വരെ പ്രത്യേക ഉപകരണങ്ങളുണ്ടിവിടെ. മാർജാരന്മാർക്ക് രാജകീയ പരിഗണനകൾ നൽകി പരിചരിക്കപ്പെടുന്ന ഈ നക്ഷത്ര ഹോട്ടലിന് പുറത്തും പൂച്ചകളുടെ ഒരു സംഘമുണ്ട്. ഹോട്ടലിലെ അതിഥികൾ കഴിച്ച ഭക്ഷണത്തിന്റെ പങ്ക് ആശ ഇവർക്കുകൂടി നൽകുന്നതിനാൽ ഗേറ്റിന് പുറത്തിവർ കാത്തിരിക്കും. ആകെ 70 അതിഥികളെ ഉൾക്കൊള്ളാവുന്ന ക്യാറ്റ് കാറ്ററി ഹോട്ടലിൽ 40-ലധികം അതിഥികളാണ് ഇപ്പോഴുള്ളത്. വേനലവധിയായതിനാൽ ഉടമകൾ വിദേശങ്ങളിൽ ടൂറിലായിരിക്കും. 2-3 മാസത്തെ കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തും വരെ.
ആശയുടെ ഹോട്ടലിൽ ഈ സുന്ദരി പൂച്ചകൾക്ക് സുഖവാസം തന്നെയാണ്. ലുലു വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.